ഹലോ, എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പനീർ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ്. ഏതിനൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു പനീർ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. വലിയ ബാറായിട്ടും കിട്ടും പനീർ, ഇതേപോലെ ക്യൂബ്സുകളായിട്ടും കിട്ടും. അപ്പം ഞാൻ ക്യൂബ്സുകളായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനുള്ള ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയത്, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഒരു 3 വറ്റൽമുളക് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് 1 ടേബിൾ സ്പൂൺ, കശുവണ്ടി 50 ഗ്രാം. ഇത്രയും ഇട്ടതിന് ശേഷം മിക്സിയുടെ ജാറടച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഇതുപോലെ വേണം അടിച്ചെടുക്കാൻ. ഇത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചെയ്ത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കസ്തൂരി മേത്തി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഓവറായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ കട്ടിയായിപ്പോൾ. അപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. അപ്പം ഇങ്ങനെ ഫ്രൈ ആയി മതി കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണം ബേ ലീഫ്, 1 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, കുറച്ച് ചെറിയ ജീരകം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കണം കേട്ടോ. ഇനി നന്നായിട്ട് സവാളയുടെ കളറെല്ലാം മാറി നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാൻ. ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതാ മൊരിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല അരച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, മസാലയും പനീറും എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കാം. അതായത് ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക്, പനീർ ഗ്രേവിക്ക്. അപ്പോൾ എല്ലാവരും സ്വാദിഷ്ടമായ ഈ പനീർ ഗ്രേവി മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.